മല്ലി, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്. അതല്ല ചേട്ടാ എന്നോട് 2 ദിവസം മുന്നേ നീ അല്ല പറഞ്ഞേ ഇത് നടന്ന് കണ്ടപ്പോ ഇതുമ്പോ മുഴുവൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുട്ടാ ചെയ്യാന്ന് ഒരെണ്ണം ഉണ്ടായിക്കിട്ടെ. വെള്ളം നീ കുടിക്കണ്ടെന്ന് എനിക്ക് കുഴപ്പമില്ല ഞങ്ങള് വിട്ടു കളഞ്ഞത്. ഓ എന്തൊരു സ്നേഹം ദൈവമേ. ഇവിടെ വന്നിട്ട് വെട്ടോത്തി എടുത്തിട്ട് ഞാൻ നടു പൊളിച്ചപ്പോഴാണ് ഈ സംഗതി കാണുന്നത്. അപ്പൊ 2 വെള്ളം ഒരുമിച്ചായി. ആ പച്ചവെള്ളം കുടിച്ചോളാം. ഒന്നുകൂടി പറഞ്ഞേ. ശരിയില്ല. ഒരു പപ്പടം കത്തിപ്പോയി. അപ്പൊ നിന്റെ അമ്മേനെ കോപ്പറേറ്റ് ആശുപത്രി എങ്ങനെ കൊണ്ടുപോയേ അത്. ദൈവമേ ഈ മണ്ടന്മാരുടെ കൂടെ ജീവിക്കുന്ന എനിക്ക് വല്ല അവാർഡ് തരണേ. സരിത ഒരു കിണ്ണം നിറച്ച് പൊട്ടിച്ചു. ഇനി ഇതുപോലത്തെ 4 കിണ്ണം കൂടി നിറച്ച് പൊട്ടിക്കാണ്ട്. കേബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്. പണിയെടുക്കുന്നവർക്ക് മാത്രമല്ല ഭക്ഷണം. അരച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ ഞാൻ കൈ തരുന്നു. കലക്ക സാമ്പാർ കേട്ടാ. ഇന്ന് ശിവരാത്രി കേട്ടാ. ഇന്ന് വേറെ പണിയൊന്നുമില്ല. കാലത്ത് തന്നെ കുളിച്ചു ഉഷാറായി. സരിത ഇവിടെ ഇന്ന് സാമ്പാറും ചോറും പപ്പടം കൂട്ടിയിട്ട് ചോറാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുടിലാണ് കഞ്ഞിവെപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചീഞ്ചേഴ് അടുപ്പത്ത് വെച്ച് വറുത്തരച്ച സാമ്പാർ വയ്ക്കാൻ പോവാണ്. എന്താ വറുത്തരച്ച സാമ്പാർ വയ്ക്കുന്നുണ്ട് വില വിരോധം ഉണ്ടാ. കഞ്ഞി തിളച്ച് കണ്ട അതെ. എന്തായി ഇല്ല 10 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി വറയുണ്ട്. അപ്പോഴേക്കും ഞാൻ കുരുമുളക് കൊണ്ട് പൊട്ടിക്കാം. കുറച്ച് കുരുമുളക് ഉണ്ട്. കുറേ നാളെ കുരുമുളക്. നമ്മുടെ ഒരു കുരുമുളകില്ലേ, ഒരു കുരുമുളക് ഇതുമല്ലേ നടന്നേ. ഞാനിത് ഇവിടെ വറക്കാൻ പോവാട്ടാ. അതേ വരുന്നേ. ഇതുമൊരു വലിയ കുരുമുളക് ഉണ്ടായിരുന്നു, ഉണങ്ങിപ്പോയി. പകരം ഞാൻ ഈ കുരുമുളക് നട്ടില്ല. പകരം ഇതുമേ ഒരു ബോഗൻവില്ല ചോപ്പുകൾ. അത് ചോപ്പല്ല തരുതാ ചോപ്പിന് ഞാൻ ദേ വറക്കുക. ഒരു മിനിറ്റ് ദേ വരുന്നേ. അറേ ഇടുന്നുണ്ട് കാണിക്കറി. വെളിച്ചെണ്ണ ഒഴിച്ചു, മുഴമുളക് ഇട്ടു, നാളികേരം വറുത്തരക്കണില്ല കേട്ടാ. വെയിലിന് ചൂടില്ല ചേട്ടാ. അങ്ങനെ വെയിലത്ത് നല്ല അറിയുള്ളൂ. വെയിലിന് ചൂട് കാറ്റില്ല തന്നെ. മല്ലി, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, ഉലുവ. സാധാരണ മകരമാസം കഴിയുന്നതോടുകൂടി കാറ്റൊക്കെ നിൽക്കാറുണ്ട്. ഇപ്പൊ ആ ഒരു കാറ്റില്ലേ, ഒരു 28 ചാലിന്റെ സമയത്തൊക്കെ ഒരു ഭയങ്കര കാറ്റ് വരില്ലേ, അങ്ങനത്തെ കാറ്റിപ്പോ. പുലർച്ചെ ഉത്തരളിക്കാവിലത്തെ വെടികെട്ടിന്റെ ശബ്ദം തുടങ്ങും. 5:45 തോന്നുന്നു. പുലർച്ചയിലെ വെടികെട്ട് ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് വടക്കാഞ്ചേരിയിലുള്ള വെടിക്കെട്ടിന്റെ ശബ്ദം വെടിക്കേട്ട് തുടങ്ങും. ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. അത് ഉച്ചക്കിലേക്കുള്ളതാട്ടാ. പരിപ്പ് വർഗ്ഗങ്ങളും മല്ലിയും ഉലുവയും എടുത്തു. ഇതാ മീമരയ്ക്കാൻ പോണത്. മീമരയ്ക്കാം. മീമരയ്ക്കുമ്പോൾ കുറേ നേരം പിടിക്കും. പരിപ്പ് ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടാ. പരിപ്പ് കുക്കറിൽ ഞാൻ അകത്ത് വേവിച്ചു. ഈ കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് ഇത് അരച്ചാൽ മതിയല്ലോ. മിക്സിയിൽ കൊണ്ടുപോയി അരച്ചാൽ 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അല്ല ഇത് വേഗം അരച്ച് കഴിയും. നാളികേരല്ലോ അരയ്ക്കാൻ. അമ്മീര അവിടെ വെയിലില്ലല്ലോ. നല്ല തണല. അപ്പം ഞാൻ ഇവിടെ അരയ്ക്കാം. അമ്മീര അവിടെ വെയിലുണ്ടെങ്കിൽ അകത്ത് കൊണ്ടുപോയിട്ട് അരയ്ക്കാം. കഷ്ണങ്ങൾ നുറുക്കി അരയ്ക്കാൻ പോണത്. കഷ്ണങ്ങൾ നുറുക്കി അടപ്പത്ത് വയ്ക്കാം. കഷ്ണങ്ങൾ ഇത് മാത്രം. അയ്യോ കായം വറക്കട്ടെ കേട്ടോ. കായം ഈ സാമ്പാറിലേക്ക് സരിത അരിയാൻ പോണ ഈ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, വഴുതനങ്ങ, തക്കാളി, വെണ്ട, കൊത്തമര, ഇതൊക്കെ നമ്മുടെ വീട്ടിലെത്തിയാണ് കേട്ടോ. കൊത്തമര ഇടണോ സാമ്പാറിൽ? സാമ്പാറിൽ കൊത്തമര ഇടാന്നാ? കൊത്തമരയാണ് സാമ്പാറിലത്തെ മെയിൻ സാധനം. എനിക്ക് അറിഞ്ഞൂടെ? അല്ല എനിക്കറിയില്ലാന്ന്. പണ്ട് കൊത്തമര പിന്നെ എന്തിനാ ഈ സാമ്പാറിൽ മാറ്റി വയ്ക്കുന്നത്? കൊത്തമര സാമ്പാറിന് എന്തിനാ മാറ്റി വയ്ക്കണേ? അല്ല കൊത്തമര ഇട്ട് തരൂല്ല അവര് സാമ്പാറിലിടാനായിട്ട്. പണ്ട് സാമ്പാറിന്റെ കഷ്ണം വാങ്ങിക്കില്ലേ, ആ സമയത്ത് കൊത്തമര കുറവായിട്ട് തരും. സാമ്പാറിലിടാൻ വേണ്ടിട്ടാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യാ, സാമ്പാറിൽ അത് ഇടില്ല. അത് മുഴുവൻ എടുത്തിട്ട് മറ്റേത് ചെയ്യും.
മറ്റേത് ചെയ്യേ? ആ ഈ സാധനം ഏത് സാധനം? ഈ മറ്റേ കൊത്തമര ഉപ്പേരിക്കും. അപ്പൊ നമുക്ക് അതുപോലെ കൊത്തമരോട് ഉപ്പേരിക്കാം. സാമ്പാറിലിടണ്ട. സാമ്പാറിലല്ലാണ്ട് തന്നെ ഉണ്ടല്ലോ കഷ്ണങ്ങള്. അത് പേരിനുള്ള സാധനം. മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഉണ്ട്. കുമ്പളങ്ങ വാങ്ങിച്ചാ കേട്ടാ. മത്തങ്ങ നമ്മൾ ഇത്ര അധികം നട്ടട്ടെ. കുമ്പളങ്ങ അല്ല ചേട്ടൻ്റെ അവിടെ പിന്നെ 2 ഉണ്ടായി കിട്ടി. മത്തങ്ങ 1 വലുതായില്ല. അല്ല ചേട്ടൻ്റെ അവിടെ നട്ടത് പോലും നിറച്ചുണ്ടാവണത് മത്തങ്ങ പൂവ്. എന്നിട്ട് ഇത്രയ്ക്ക് വലിപ്പാവും, ഉണങ്ങിപ്പോവും. 1 പോലും വലുതായി കിട്ടിയില്ല. എന്നിട്ടല്ല ചേട്ടൻ എന്നോട് 2 ദിവസം മുന്നേ, നീ അല്ല പറഞ്ഞേ ഇത് നടന്ന് കണ്ടപ്പോൾ ഇതുമ്പോ മുഴുവൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുട്ടാ ചെയ്യാന്ന്. 1 ഉണ്ടായി കിട്ടി. എത്ര കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇത് അയ്യോ ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കാം. അതിന് മുന്നേ കഷ്ണം വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഈ പാത്രത്തിലാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ ഇൻഡസ് വാലിയുടെ ട്രൈപ്ലൈയുടെ പാത്രമില്ലേ, അതിൽ ഭയങ്കര കനത്. ഇത് കഴുകിയ കുമ്പളങ്ങി മത്തങ്ങയും കഷ്ണം തുറക്കുമ്പോഴേക്കും നമുക്ക് ഈ വെള്ളം തീ കത്തി പോലെ ഇത് അടുപ്പത്താണ്ട് വെറുതെ വെക്കുക. വെള്ളം ചൂടാകുമ്പോഴേക്കും നമുക്ക് അരി കഷ്ണ അരിഞ്ഞിട്ടാ പോലെ. ഇതിന് മൂടി എവിടെയുണ്ട്? ഏതിന്റെയാ ഇത് മൂടിയില്ലേ? ഈ സാധനല്ലേ നോക്കിയാ ഈ 2 അയ്യോ മേടിക്കാൻ പറ്റിയതാണ്. മൂടിയില്ല. നേരത്തെ കരിക്ക് വെട്ടിയില്ലേ, വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് തണുക്കാൻ. ആ വെള്ളല്ലേ അത് നാശായി ഈ വെള്ളം. എന്നിട്ട് കളഞ്ഞാ? അതെങ്ങനെ നാശാവണേ? അത് ഇത്തിരി പേടായിട്ടുള്ള കരിക്കല്ലേ, അതുകൊണ്ട്. അല്ല 3-4 കരിക്ക് വെട്ടിട്ട് എത്ര കരിക്ക് വെട്ടി? 2. എന്നിട്ട് അത് നാശായി വെള്ളം. നാശായിട്ട് കളഞ്ഞാ? അത് പകുതി ജഗ് കുടിച്ചു, പകുതി ഞാൻ കുടിച്ചു. അപ്പൊ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് കുഴപ്പമില്ല, എനിക്ക് തരാനായിട്ട് നാശായില്ലേ? നാശായ വെള്ളം നീ കുടിക്കണ്ടെന്ന് നിനക്ക് കുഴപ്പമില്ല ഞങ്ങള് വിട്ട് കളഞ്ഞത്. ഓ എന്തൊരു സ്നേഹം ദൈവമേ. അത്രയ്ക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ വേണം ഭാഗ്യം. ഇത്തിരി നിനക്ക് അതിൽ വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ഞങ്ങള് മുഴുവൻ കുടിച്ചിട്ടൊന്നുമില്ല. അതേ വെള്ള കരിക്ക് ഇട്ട് വെച്ചിട്ടേ അത് കരിക്ക് മുകളിൽ നിന്ന് വീണു. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കരിക്ക് ഉപയോഗിക്കുന്നത്. കരിക്ക് പിന്നെ മുകളിൽ നിന്ന് വീഴല്ലാണ്ട് പിന്നെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കണോ ചെയ്യാ? മുകളിൽ നിന്ന് വീണപ്പോ പൊളിഞ്ഞു, ഇത്തിരി പൊളിഞ്ഞു. അപ്പൊ പിന്നെ 2-3 ദിവസം അത് കരിക്ക് ഉപയോഗിക്കാണ്ട്. നാളികേരെ ഇപ്രാവശ്യം നാളികേര ഇട്ടപ്പോ കരിക്ക് അല്ല, എല്ലാ വട്ടം നാളികേര ഇടുമ്പോഴും കരിക്ക് ഇടിപ്പിക്കാറുണ്ട്. കരിക്ക് കൂടുതലിട്ടു ഇപ്രാവശ്യം. അപ്പൊ നമുക്കൊരു ദിവസം എത്രണ്ണം കുടിക്കാൻ പറ്റും? ബാക്കി ഉണ്ടായിരുന്ന കരിക്ക് ഇന്ന് വെട്ടിയപ്പോ കേടുണ്ടായിരുന്ന അത് പൊളിയും. മുകളിൽ നിന്ന് വീഴുമ്പോ പൊളിഞ്ഞു, ചെറുതായിട്ട് പൊളിഞ്ഞു. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്ടീരിയകൾ കയറും. ആ സാധനം കയറി ഇങ്ങനെ ഈ പൊളിഞ്ഞ ഏരിയയിൽ ഇത് ഇങ്ങനെ കറുത്ത വരയിട്ട് കേരളത്തിന്റെ പോലെ ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ വര പോലെ അങ്ങോട്ട് വരും. മനസ്സിലായ? കേരളത്തിന്റെ ഭൂപടം പോലെ. ആ വെള്ളമാണ് അത്. പിന്നെ ഇന്ന് വെട്ടിയപ്പോ ആ വെള്ളമാണ് നമ്മള് ഇവർക്ക് കുടിക്കാനായിട്ട് ഒരു ഡബറയിൽ ഒഴിച്ച് വെച്ചിട്ട് കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അതേ കരിക്ക് പുറത്ത് കിടന്നിട്ട് ഭയങ്കര ചൂടായിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവല്ലോ വെച്ചിട്ട് ഞാനാ പറഞ്ഞു ഇപ്പൊ കുടിക്കണ്ട, നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ട് കുപ്പി കൊണ്ടൊന്ന് കൊടുത്തത്. വെട്ടണ സമയത്ത് ഞാൻ ഈ കരിക്കിന് കേടൊന്നും കണ്ടില്ല. ആ കരിക്കിന്റെ ഉള്ളിൽ നാളേരൊക്കെ നമ്മൾ തിന്നതല്ലേ. അല്ല ഞാൻ പറഞ്ഞത് 2 കരിക്ക് വെട്ടിയില്ലേ, ഏതോ 1 കുഴപ്പമില്ല, 1 പൊളിഞ്ഞത്. അത് പിന്നെ നിങ്ങൾക്ക് നടു പൊളിച്ച് കുപ്പിയിലേക്ക് ആക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് വെട്ടോത്തി എടുത്തിട്ട് ഞാൻ നടു പൊളിച്ചപ്പോഴാണ് ഈ സംഗതി കാണുന്നത്. അപ്പൊ 2 വെള്ളം ഒരുമിച്ചായി. ഞാൻ പച്ചവെള്ളം കുടിച്ചോളാം. മനസ്സിലായ? വർത്താനം പറയാൻ നിൽക്കണത് നല്ല വെള്ളത്തിന്റെ കൂടെ ഒരു പൊട്ട വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പൊട്ട വെള്ളം വലിയ മുഴുവൻ അതന്നെ. നിങ്ങൾ കുടിച്ചില്ലേ? ഞങ്ങൾ കുടിച്ചായിരുന്നു. നിനക്ക് ഇത്തിരി ബാക്കിന്റെ ഇവിടെ പേടിക്കണ്ട. അതാ ജഗ്ഗുവിനെ വിളിച്ചിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞ. ഇപ്പം അറിയണം. ജഗ്ഗു ആ കരിക്കിന്റെ ബാക്കിയുള്ള വെള്ളം നമ്മൾ കുടിച്ചതിന്റെ ബാക്കിയുള്ള വെള്ളം എടുത്ത് കൊണ്ടുവന്ന ഗ്രാമം കുടിച്ചിട്ട് വരുന്നത്. നീ കുടിച്ചു വലുതാ?
നല്ല രസം അച്ഛൻ പറഞ്ഞു പൊട്ട വെള്ളം കേടായിന്ന്, അത് കാരണം കൊണ്ട് എനിക്ക് തരാണ്ട് അച്ഛനും നീയും കൂടി കഷ്ടപ്പെട്ട് കുടിച്ചു തീർത്തുന്നു. പൊട്ട കഷ്ടപ്പാടൊന്നുമില്ലേ. കൊടുത്തേ അതിലേക്ക് വെള്ളാക്കി കരിക്ക് വെള്ളം എന്തോരം നോക്കിയതാ, എന്തോരം ഉണ്ടോ നോക്കിയില്ല. ഞാനങ്ങനെ അധികം കുടിച്ചിട്ടൊന്നുമില്ല. ആ എന്തോ ഒരു രസം. ആ രസമില്ലാത്ത നിനക്ക് തരണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ കുടിച്ചത്, സഹിച്ചു കുടിച്ചു നമ്മള്. മനസ്സിലായി? അപ്പൊ 2 കരിക്ക് വെട്ടിട്ടേ ആ കുപ്പിരിക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ കരിക്കിനെ നടുവടക്കം പൊടിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ഇത് കേടാണെന്ന്. കരിക്കു പുരാണ ഇല്ല ദൈവം. ഇത് കൊത്തമര ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ സാമ്പാറില്. കൊത്തമരൊക്കെ സാമ്പാറിലിടും അടിപൊളിയായിട്ട്. സദ്യക്ക് അതോ ഹോട്ടലിലാ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ദൈവമേ, നമ്മൾ പാചകം തുടങ്ങുമ്പോൾ ഇവിടെ ഇരുന്നു കേട്ടാ വെയിലിൻ്റെ ഇത് ഇവിടേക്ക് എത്തി. ഇപ്പം ഇങ്ങോട്ട് വെയിൽ കയറും കുടിയിലേക്ക്. ആ ഇതെന്നെ ചേട്ടാ അല്ല ഇപ്പോഴും പറയാറ്. അത് തുറന്നേ, കഷ്ണങ്ങൾ തീ ഇത്ര മുന്നേ കത്തിച്ചിട്ടും വെള്ളമൊന്നും ആയിട്ടില്ല അല്ലേ? ആ പരിപ്പും കായം കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കഷ്ണം കായം. ഉണ്ണി മഞ്ഞൾപ്പൊടി എടുത്ത് എങ്ങോട്ട്? മഞ്ഞൾപ്പൊടി ഉപ്പിടണം. ഉപ്പ്. ഞാൻ ചോറ് ഊറ്റ, ചോറ് വെന്തു. മഞ്ഞൾപ്പൊടി എടുക്കാൻ മറന്നു. ജഗ്ഗുത് എടുത്തിട്ട് വരുമ്പോൾ താങ്ക് യു. മഞ്ഞൾപ്പൊടി ഇട്ടു. എന്തിനാ വെറുതെ കഴിക്കണേ? മൂടിക്കാം. വേപ്പിൻ്റെ ഇല ഇടാമായിരുന്നു വേണമെങ്കിൽ. തണ്ടടക്കടായിരുന്നു കേട്ടാ. നേരത്തെ ഇതിടാൻ മറന്നുപോയി. കൊത്തമര അരയ്ക്കാം, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ചേട്ടാ. തീ കത്തുണ്ട്. ഞാൻ ചകിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കത്തുണ്ട്. ഒന്നുകൂടി പറഞ്ഞേ. ഒരു പപ്പടം കത്തിപ്പോയി, ആയിട്ടില്ല. എന്നാലും അച്ഛൻ തിന്നുണ്ട്. അത് ശരിക്കും ആക്ക്. വല്ല വയറുവേന എടുക്ക് ഈ പച്ച പപ്പടം തിന്നിട്ട്. ഏത് പപ്പടം? ഒരു പപ്പടം പച്ചക്ക് തിന്നാ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് സാധനങ്ങൾ, കായം, മുളക്, ഉലുവ ഒക്കെ അരയ്ക്കാൻ പോവാട്ടാ. ഇതിപ്പോൾ മിക്സിയിൽ കൊണ്ടുപോയിട്ട് അരയ്ക്കാവുന്നതുള്ളൂ, പക്ഷേ സമയമുണ്ട്. ആ കഷ്ണങ്ങൾ വേകുമ്പോഴത്തേക്ക് ഈ ഒരു മിനിറ്റ് ഞാൻ ഇതൊന്നും മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിലത്തി വീഴും. ആദ്യം ഇട്ടാട്ടാ ഞാൻ ഈ സാധനം അരയ്ക്കണേ മീമേ. നാളികേരം, മല്ലി, മുളക് ഇതൊക്കെ അരച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരിപ്പൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ വറുത്ത് അരച്ചിട്ടില്ല അമ്മീമേ. 2 മൈനകൾ പറന്നു പോകണം. പോയാ നല്ല രസമായിട്ടുള്ള ഞാൻ കുരുമുളക് പൊട്ടിക്കാൻ പോവാണ്. സരിത അവിടെ അരക്കട്ടെ. കുറേ കുരുമുളകേ ഇങ്ങനെ നിലത്തൊക്കെ വീണെടുക്കണ്ട പഴുത്തത്. സരിത ഈ കുരുമുളകും ജാതിക്കില്ലേ? ഏത് ജാതിക്ക? കുരുമുളകല്ലുള്ളവിടെ അല്ല, നമുക്ക് ജാതിക്കില്ല. ഈ ജാതിക്ക, കുരുമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ മറ്റേ മലഞ്ചരക്ക് സാധനങ്ങളെ പറ്റിയാണ് പറയാ. ഇത് എപ്പോഴും ഇങ്ങനെ അത് കാണുമ്പോഴേ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഓർമ്മ. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്നിട്ട് പറയും. അത് കേൾക്കില്ലേ? കാറ്റ് കാരണം കേൾക്കില്ലേ? കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ കോട്ടയം ഉണ്ണി ഇതിൽ വെള്ളം ഒഴിച്ചെന്നേ. എനിക്ക് വെള്ളം താഴ്ചിട്ട് പാടില്ല. കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ കോട്ടയം വശത്ത് ചൂട് വെള്ള. ഏത്? കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കോട്ടയം വശത്തേ മറ്റേ സിനിമ മറ്റേ സിനിമയിലേ. അപ്പൊ നിന്റെ അമ്മേനെ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ നിന്ന് എങ്ങനെ കൊണ്ടുപോയേ? അത് ഇന്നസെന്റ്.
ആ സിനിമ മനസ്സിലായി ചേട്ടന്? അവിടത്തെ പോലെ ഇവിടെ എന്ന് പറഞ്ഞ സിനിമയില്ലേ, മോഹൻലാലും മമ്മൂട്ടിയുള്ളത്. മോഹൻലാൽ മമ്മൂട്ടിയുടെ പെങ്ങളെ കല്യാണം കഴിക്കും, മമ്മൂട്ടിയുടെ പെങ്ങളെ മോഹൻലാൽ കല്യാണം കഴിക്കും. അത് അതന്നെ അതന്നെ. അതിനിത് പറയും, എന്നിട്ട് അത് പറയാം. കോട്ടയം വശത്ത് ഒരു വീട്ടിലെ ഈ ജാതിക്ക ഇതില്ലേ, ജാതിക്ക. ഏത് ജാതിക്ക? ജാതിക്കര കായ. ആ സാധനം ഒരു വീട്ടിലെ ഇറയത്ത് ഇങ്ങനെ ഇതുപോലെ ഇറയത്ത് ഉണക്കാട്ടുണ്ട്, നിറച്ച് ഉണക്കട്ടെ. അപ്പൊ വാതിൽ കടന്നിട്ട് കിടക്കണത് ഈ ജാതിക്കമ്മ ചവിട്ടിട്ടായിരിക്കും കടന്നു പോവാ. അതായത് ചവിട്ടുപടി ഇറങ്ങണോടെ തന്നെ മുറ്റത്താണോ? അല്ലടി, ഇത് സിറ്റ് ഔട്ട് പോലെ. അത് ഈ വാതിലുണ്ട് വീടിന്റെ അകത്തുനിന്ന് വാതിൽ പുറത്ത് കിടക്കുമ്പോ ഈ ഇറയത്ത് ഇങ്ങനെ വിരിച്ചിട്ടല്ലോ, കണ്ടിട്ടില്ലേ? ഇപ്പൊ ഓരോ വീടുകളിൽ കുരുമുളക്, ജാതിക്ക് അങ്ങനത്തെ ഉണക്കാനൊക്കെ ആയിട്ട് കാറ്റ് കൊണ്ട് വലിയാനൊക്കെ ആയിട്ടേ. അപ്പൊ ആ വീട്ടിലത്തെ ഒരു കുട്ടി പ്രീഡിയിരിക്കാണ് പഠിക്കുന്നത്. കുട്ടി അങ്ങട് എന്ന് പറഞ്ഞ പെൺകുട്ടി, കുട്ടി കോളേജിലേക്ക് പോവാനായിട്ട് വാതിൽ തുറന്നിട്ട് കാല് ഇതുമേ വെക്കാണ്. ഒരു കായമല ചവിട്ടിയത്. ആ കായമ ചവിട്ടിയത് ഈ കായ എങ്ങനെയുണ്ട് ഉരുണ്ട് പോയി. കുട്ടി തലടിച്ചിട്ട് ഈ കട്ടളപ്പടിയും തലടിച്ച് വീണ് മരിച്ചോ. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴേ ജാതിക്ക ഇതൊക്കെ ഓർമ്മ വരുമ്പോ ആ സംഭവം ഓർമ്മ വരും. വേറെ ഒന്നും ഓർക്കാല്ലേ? അല്ല, അതൊരു ഭയങ്കരമായി ദാരുണമായുള്ള ഒരു മരണല്ലേ. കുറെ പോലെ ഞാൻ ആലോചിക്കും. ചേട്ടാ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണോ? ആ, പേപ്പറില് അല്ല ഒരു സംഭവം ചെയ്തേ. അപ്പൊ കുരുമുളക് പൊട്ടിക്കല് നിർത്തി, ഇത് ഓർമ്മ വന്നപ്പോ അങ്ങോട്ട് പോകുന്നു. അല്ല, ഞാനിത് നിന്നോട് പറയാൻ വേണ്ടി വെയില് കാരണം അച്ഛനൊരു കാരണം കണ്ടെത്തി ഇതാന്ന് പൊട്ടിക്കേണ്ടിരിക്കും. അല്ല, കാരണമൊന്നുമല്ല, ഞാനത് ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ എപ്പോഴും ഒരു വിഷമമുള്ള ഒരു ഭയങ്കര വേദന. തീർച്ചയായും അത് അല്ല, ഒരിക്കലും ശരിയാ. ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലത് നമുക്ക് ഇതുപോലെ ഓർമ്മ വരും. ചില സംഭവങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണുള്ളത്. അതെന്തായാലും അങ്ങനത്തെ ഉരുണ്ടായിട്ടുള്ള സാധനം ഈ കടക്കണോടെ തന്നെ ഇട്ടത്. നമുക്കാലും നമ്മുടെ ആർക്കും സംഭവിക്കാല്ല അങ്ങനത്തെ കാര്യങ്ങള്. അല്ല, നമ്മളിങ്ങനെ നടക്കണ വഴിയിലിടൂ, കടക്കണോടെ തന്നെ. അതാവില്ല, അത്ര ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ സാധാരണ കാലമൊക്കെ നമ്മള് പണ്ട് ഈ നെല്ല് അറിയത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇടും. എന്നിട്ട് ഇങ്ങനെ കാല് ചവിട്ടിയിട്ട് ഒതുക്കിയിട്ടാണ് നെല്ലിനെ കവച്ച് വെച്ച് പോവാ. പാടത്ത് നെല്ല് കൊയ്തിട്ടേ നെല്ല് പിന്നെ ചവിട്ടുമ്പോ നമ്മൾ ഉരുണ്ടു പോകുന്നില്ലല്ലോ. നെല്ല് ഉരുണ്ടു പോയിട്ടല്ല, അത് പലതിനും പലതരത്തിലുള്ള ഇതാണല്ലോ ചലന തത്വങ്ങള്. നെല്ല് ഉരുണ്ടതല്ലോ. കുരുമുളക് പൊടിന്റെ പ്രായം എന്തുട്ടൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. ചലന തത്വ എന്തൊരു ചലന തത്വ? ചലന നിയമങ്ങള്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. രഘു പഠിച്ചിട്ടില്ലേ? അല്ല, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണല്ലോ, അതുകൊണ്ട് ഓർമ്മയില്ലേ? പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണ, ചലനങ്ങള് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണല്ലോ. ഒരു കാര്യം പറയാം. ഇനി തൊട്ട് പറയാൻ വരുന്നു. ഒരു രാജ്യമേ അല്ല, ചലനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മനുഷ്യനെ എപ്പോഴും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ. വീണ്ടും ഒരു രാജ്യമേ ഒരു മന്ത്രിനെ നിയമിക്കാൻ തീരുമാനിച്ചു. മന്ത്രിയാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളുകളായിരിക്കണം. അപ്പൊ ആൾക്ക് 3 മന്ത്രിമാരുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരാളെ നിയമിക്കണം. അപ്പൊ രാജീവ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മന്ത്രിമാരും പിടിച്ച് ഒരു റൂമിലിട്ട് പൂട്ടി. പുറത്തുനിന്ന് പൂട്ടാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ 3 പേരും ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ വാതിന്റെ പുറത്ത് കിടക്കണം. അങ്ങനെയുള്ളവരെയാണ് ഞാൻ പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞു. ഈ പഞ്ചതന്ത്രം കഥ പോലുള്ള കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടപ്പാടെ ഒരാള് ഇരുന്ന് ആലോചിച്ചത് എങ്ങനെ വാതിൽ തുറക്കാൻ പറ്റുന്ന ആലോചിച്ചു. അടുത്തവൻ പേനയും കള്ളാസ് എടുത്തിട്ട്, അല്ല പേനില്ല, ഇങ്ങനെ എഴുതാനുള്ള സാധനം എടുത്തിട്ട് കണക്കൂട്ടൽ ആരംഭിച്ചു എങ്ങനെ തുറക്കാന്ന്. 3ാമത്തെ ആളെന്ന് ചെയ്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആളെന്ന് ചെയ്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വാതിലിന്റെ പിടിയില്ലേ അതുമ്മ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ തിരിച്ചു. അപ്പൊ വാതിൽ തുറന്നു. ഇവിടെ എന്തിട്ടാണ് സംഭവിക്കുന്നത്? അപ്പൊ ഇയാൾ വിചാരിച്ചെന്നറിയോ, അവര് 2 പേരും ആലോചിച്ചു. ഒരാൾ വെറുതെ പേനയും കള്ളാസിരുന്നു. ഇയാള് പ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ചു. മനസ്സിലായ? ഇയാളെ അനങ്ങാണ്ടിരുന്നില്ലാന്ന്. ഇയാളെ വാതിലും ഇയാളെ കണക്കൂട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട് ജഗ്ഗു. ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി.
വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ പറയാൻ കിട്ടില്ല. അല്ലേ പണിയെടുക്കുന്നത് ബുദ്ധിയോടെ ചെയ്യണം. പണി ചെയ്യുമ്പോ ആദ്യം, അല്ലാണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടല്ലേ ചെയ്യുന്നത്. ദൈവമേ, ഈ മണ്ടന്മാരുടെ കൂടെ ജീവിക്കുന്ന എനിക്ക് വല്ല അവാർഡ് തരണം. അതല്ലാന്ന് മനുഷ്യനായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നും ചെയ്യാതിരിക്കുന്നവൻ അവൻ ലോകത്തൊന്നും നേടില്ലാന്ന്. മനസ്സിലായ? അതാണ് അതിന്റെ അത് മനസ്സിലായി. ഇത് പറഞ്ഞതാ ചേട്ടൻ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് കുറെ ബിസിനസ് ചെയ്ത് കുറെ ലക്ഷങ്ങൾ പൊടിച്ചു. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യം ഇത്. ചേട്ടൻ ഒന്നും ചെയ്യാണ്ട് ഇവിടെ ഇരിക്കുമോ, ദയവ് ചെയ്ത് അതാണ് നമുക്ക് ലാഭം എന്ന് ഞാൻ പറയും ചേട്ടനോട്. അപ്പൊ ചേട്ടൻ പറഞ്ഞാണ് ഇതിനാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പരാജയം സംഭവിച്ചാൽ ഉടനെ അടുത്ത പരാജയത്തിലേക്ക് പോകണം. അത് വിസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകളാണ്. ആ വാക്കുകളാണ് ഞാൻ ജീവിതത്തിലുടനീളം പ്രയോഗിക്കുന്നത്. അതിന് തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഇത് ഭയങ്കര ഗുണപാഠന ഇപ്പൊ കഥ പറഞ്ഞത്. മനസ്സിലായ? എത്ര വലിയ ഗുണപാഠം നോക്കിയേ ആളുകൾക്ക്. അതായത് അവനും ആ വാതില് തുറക്കാണ്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കില്ലല്ലോ. അതുമ്പോ തൊട്ടില്ലെങ്കിലേ മനസ്സിലായ? ആ വാതിലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ചേട്ടാ കുരുമുളക് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് പറയാം. ആ വാതിലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? തേങ്ങ. എന്തുട്ടാ പ്രത്യേകത? ആ വാതിലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് രാജാവിന് തുറക്കാൻ പറ്റും, അകത്തുനിന്ന് ഉള്ള ആൾക്കും തുറക്കാൻ പറ്റും. മനസ്സിലായ? അതല്ല വാതിൽ അങ്ങനെയല്ലേ? അല്ലാന്ന് നമ്മളിങ്ങനെ മറ്റേ ഹാൻഡിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ രാജാവ് പുറത്തുനിന്ന് പൂട്ടിപ്പോയി. പക്ഷെ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല രാജാവ്, പൂട്ടുന്നു പറഞ്ഞോളൂ. അതാണ് ബുദ്ധി. അപ്പൊ എത്ര പേര് ഇത് ഉപയോഗിക്കും, വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന അറിയാൻ വേണ്ടിട്ടായിരിക്കും രാജാവ് അത് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ കഥയുടെ സാരാംശം പല കാര്യങ്ങളും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ഇതിനെ പരിഹരിക്കാൻ എന്തുട്ട് ചെയ്യണ്ടേന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് സമയം കളയും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് അതിനുവേണ്ടി ഇറങ്ങിയാൽ ചിലപ്പോൾ അത് അപ്പം തന്നെ തീരുമായിരിക്കും. അങ്ങനത്തെ പ്രോബ്ലം ആയിരിക്കും. അതായിരിക്കും ഞാൻ ഈ കുരുമുളക് പൊട്ടിച്ച് കഴിഞ്ഞാൽ, അതായത് മറ്റുള്ള കൃഷി സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൃഷി സ്ഥലം ഒന്നുമല്ല കേട്ടാ. വെറുതെ നമ്മൾ ഒരു കുരുമുളക് തൈയുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക്. അതെന്തുകൊണ്ടാന്നറിയോ? നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണേ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ചെയ്ത് പണിക്കാരെയൊക്കെ വെച്ച് ചെയ്യിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെക്കും. വീഡിയോയിൽ കാണിക്കില്ലെങ്കിലും നല്ല പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടേ കീടങ്ങൾ വരാണ്ടും വളമൊക്കെ ഇട്ട് നല്ല ഒരു ഷീറ്റ് പറന്നു പോയി അങ്ങനെ ചെയ്യും. പക്ഷെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് ചെയ്യണോണ്ട് നമുക്ക് കിട്ടണത് മതി. ആവശ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നിന്നിട്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈശ്വരാ, കാറ്റ് കാരോണ്ട് നോക്കി ചേട്ടതൊക്കെ ഉണങ്ങി. കടാ സൗണ്ട് ഇത് അരയ്ക്കുമ്പോൾ ഉണ്ടാവണ ഒരു കറുമുറു സൗണ്ട് ഇല്ലേ? സരിത ഒരു കിണ്ണം നിറച്ച് പൊട്ടിച്ചു. ഇനി ഇതുപോലത്തെ ഒരു 4 കിണ്ണം കൂടി നിറച്ച് പൊട്ടിക്കാണ്ട് നോക്കിയാ. തക്കാളി ഇങ്ങനെ ഇംഗ്ലീഷ് സിനിമയിലാണ്ടല്ലോ. അല്ല ഇംഗ്ലീഷ് സിനിമയിലല്ല, ഇംഗ്ലീഷ് ചാനലുകളില്ലേ, യൂട്യൂബ് കുക്കറി ചാനൽ. ഇതുപോലെ അത് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ പൊട്ടിച്ചത്. കൈയോടെ പൊട്ടിച്ചത്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ അവിടെ, അതെന്തെങ്കിലും എടുക്കാഞ്ഞേ? അല്ല ചേട്ടൻ തിന്നാൻ. ഇതെനിക്കിടാം. നമ്മൾ വീട്ടിൽ സാധാരണ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഈ വെണ്ടക്കായ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റാറുണ്ട്. ഇവിടെ വഴറ്റാനൊന്ന് കിള്ളയിലിട്ടു. ഇപ്പം വേവും, ഒറ്റ തിളക്കി വേവും. അത് ഈ കഷ്ണങ്ങളൊക്കെ വെന്തുട്ടാ. അപ്പം നമ്മൾ അരച്ചത് ചേർക്കണം. പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒഴിക്കണം. കോൽപ്പുളി വെള്ളത്തിലിട്ടുണ്ട്. പിഴിയണ്ടേ, നേരെ ഒഴിച്ചാൽ മതിയാ.
നോക്കി നോക്കി ചേട്ടൻ പുളി ഇത് വേണോന്ന്. ഇത്തിരി പുളി കൂടി വേണം. ആ പാകം, അത് പാകമാണ്. അടിപൊളി സാമ്പാറായി. കട്ടിയുണ്ട് കേട്ടാ. തിരുവാണി വെള്ളം അങ്ങനെ കഴിച്ചോ, കഴിച്ചോ. ആ മതി 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 മതി. സാധനം നേരത്തള മറ്റേ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഉപ്പ് തിരുവേണ്ടി വരും. ആ ഉപ്പിടുന്ന് വെച്ചാ ഉപ്പല്ലേ? ഉപ്പില്ല. എരിവുണ്ട് എരിവുണ്ട്. ആ അത് ഉപ്പില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പില്ല. ഉപ്പിട് നല്ലോണം കുറവാ. ആ ഉപ്പിടേണ്ടി വരും. അയ്യോ അതധികമാവുന്ന കൊണ്ടിട്ടാ. പെട്ട് പെട്ട് പെട്ടു. ഇല്ല ഞാൻ നോക്കിയോട്ടെ. അലിച്ച് മതി. ഇളക്കിളക്കി അത് ഇതാക്കണ്ട. അത് ഉപ്പൊക്കെ പെട്ടെന്ന് ഇളക്കി ഏതാക്കണ്ട. കട്ടല ഉടക്കണ്ടാന്ന്. ഉപ്പ് ഇറക്ക. ഇനി വേണം ഉപ്പ്. ഉപ്പില്ല. ഉപ്പില്ല. എപ്പോഴും പുളിയെ മുന്നേക്ക് നിൽക്കണേ. ഇതില് പറഞ്ഞു ഉപ്പ് കൂടുന്നു. ആ വെറുതെ പറഞ്ഞതാ. ചേട്ടൻ പേടിച്ചു. അതൊരു കട്ടയിട്ടായിരുന്നു. നമുക്ക് അളവ് കിട്ടിയില്ല. മതി മതി കിട്ടും. മതി ഇനി വേണ്ട. ഈ കഷ്ണത്തിലേക്ക് ഒന്ന് പിടിക്കേണ്ടി വരും. ഇപ്പോൾ കഷ്ണത്തിലൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. അല്ല ഇപ്പൊ ഈ അരപ്പും പുളിയും ചേർത്തപ്പോഴാ ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയപ്പോ ഉപ്പുണ്ടായിരുന്നു. മൂടി വയ്ക്കാട്ടാ. മൂടണാ മൂടിയാട്ടാ. കാറ്റ് 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 തളച്ചു പോവും. അല്ലേ തളച്ചൊന്നും പോലും. കാറ്റത്തെ ഈ പൊടികളായിരിക്കും വീഴും. ഭയങ്കര കാറ്റാ. തിളച്ച സാമ്പാർ. സാമ്പാറിന് ഇത്തിരി കട്ടി കൂടുതലാ ചേട്ടാ. എത്ര കട്ടി ഉണ്ടായിക്കോട്ടെ. എത്ര കട്ടി വേണോ? ആ ഉണ്ടായിക്കോട്ടെ. നല്ല ആവശ്യത്തിൻ്റെ കട്ടി. വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര കട്ടയാവും. അപ്പോൾ വേണമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഒഴിക്കാം. മതിയില്ലേ? അപ്പോൾ ഇറക്കിയപ്പോൾ ചൂടില്ല. എവിടേക്ക് ഇറക്കി വെച്ചു. ഇത് മുറുക്കി വെച്ചോ. കരി ഉണ്ടാവില്ല അടിയിൽ. പപ്പടം കാച്ചാൻ പോവാട്ടാ. കാറ്റുകാരോണ്ട് ഏറ്റവും മുകളിലിരുന്ന പപ്പടം വടി പോലെ. കടുക് ഇട്ടു. അതേ പപ്പടം കാച്ചി വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടാ. അതാണ് വെളിച്ചെണ്ണയുടെ കളർ ഇങ്ങനെ. അല്ല അതില് അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പപ്പടം കാച്ചിയ ചേട്ടാ വേഗമായോ. ഓടിവായോ ഓടിവായോ. എടുത്തൊഴിക്കാൻ. ഇതേ കക്കാനുള്ള ചീഞ്ചട്ടേ കാരണമുണ്ടേ. മുരിങ്ങക്കായും കൂടി വേണം. എന്നാലാണ് സാമ്പാറിന് ഒരു മണം കറക്റ്റ് വരുള്ളൂ. അങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞു. കൂട്ടാൻ വെപ്പ് കഴിഞ്ഞു. ചോറ് കഴിഞ്ഞു. അങ്ങനെ ശിവരാത്രിയായിട്ട് നമ്മുടെ സാമ്പാറും പപ്പടം ചോറും കൂട്ടി ചോറാണ്. ഒരു ഉപ്പേരി കൂട്ടാനൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, വെണ്ടക്കായുണ്ട്, വഴുതനങ്ങയുണ്ട്. പിന്നെ എന്നിട്ടുള്ള ചേട്ടാ പൊട്ടിച്ചത് കോവയ്ക്കുണ്ട്, ബ്രൊക്കോളി ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടാണ്. അത് വീട്ടിലാണ് ഞാൻ സാമ്പാർ വെച്ചെങ്കിൽ ഉപ്പേരി കൂട്ടാൻ വെച്ചേനെ. എന്തെങ്കിലും സമയം കിട്ടും. 10 മിനിറ്റ് കൊണ്ട് കൂട്ടാൻ പണി കഴിയും. കൈ പൊള്ളി. പപ്പടം കൂടിയിട്ട് കൈ പൊള്ളിന്നാ എങ്ങനെ? കൈ ചൂടുണ്ടായിരുന്നില്ല. ചൂടുള്ള ചോറ്, ചൂടുള്ള സാമ്പാർ, തിളച്ചോണ്ടിരിക്കുന്ന സാമ്പാർ ഒഴിച്ചിട്ട് അതിൽ കൊണ്ടേ കൈ മുക്കിയിട്ട് ശിവരാത്രിയിട്ട് പണിയെടുക്കുന്നവർക്ക് മാത്രമല്ല ഭക്ഷണം. വയ്യാത്തവർക്ക് ഭക്ഷണം. പണിയെടുത്ത് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ച് നീയല്ലേ. അടുത്ത് ചേട്ടൻ കഴിച്ചോ 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 കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. എന്തെങ്കിലും ആവട്ടെ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറയണ ജഗ്ഗു. അടിപൊളി സാമ്പാർ കേട്ടാ. എൻ്റെ അരച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ ഞാൻ കൈ തരുന്നു. കലക്ക സാമ്പാർ കേട്ടാ.
ചോറിനാൻ പോവാം നമുക്ക്. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ, നമുക്ക് നിർത്താം. എന്തിനാ ഇത്ര അധികം പപ്പടം കാച്ചണേ ചോദിച്ചില്ലോ. 2 ഉരുളക്ക് 1 പപ്പടം വെച്ച് ചേട്ടൻ കഴിക്കും. ആ അപ്പൊ ഞാൻ ഇപ്പൊ കൂടുതൽ പപ്പടം കാച്ചി വെക്കും. ഇത് എന്തിനാ ഇത്ര അധികം കാച്ചണേ ചോദിക്കും. എത്ര കാച്ചിയാലും എനിക്ക് കിട്ടാറില്ലേ. ഞാൻ പിന്നെ ചോറിനിട സമയത്ത് എനിക്ക് വേണ്ടി മാത്രം കാച്ചണ്ട, എനിക്ക് കാച്ചൂല. അപ്പൊ ഞങ്ങള് ചോറിനിടാ. നല്ല രസമായിരുന്നു. ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി മാത്രം. നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.